ചേട്ടാ ഇന്നത്തെ കേരള അതെന്താ നാളെ കേരളമില്ലേ? അപ്പൊ തുടങ്ങാല്ലേ? അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കും. അഖിൽമാർ ഇവിടെ CMDRFന്റെ പറയുന്നത് ജൂലൈ 23 കേന്ദ്രം പറഞ്ഞു കേരള സേ ലാൻഡ് സ്ലൈഡ് ഹോനെ കി സംഭാവന ഹേ. മുഖ്യമന്ത്രി മനസ്സിലാക്കിയത് ലാൻഡ് സ്ലൈഡ് ഉണ്ടായാൽ സംഭാവന പിരിക്കാം. ജൂലൈ 23 കേന്ദ്രം പറഞ്ഞിട്ടില്ല. പോകാൻ വരട്ടെ. പ്രൂവ് പ്രൂവ് ചെയ്യാം. അമിത്ഷാ പാർലമെന്റിൽ സംസാരിച്ചത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാം. ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നത്. അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞത് തെറ്റോ ശരിയോ? പറഞ്ഞോ ഇല്ലയോ? അമിത്ഷാ അത് പറഞ്ഞു. അല്ല അത് തെറ്റാണെന്ന് തെളിഞ്ഞാൽ അഖിൽമാർ ഇപ്പൊ തിരുത്തുവോ? 100% തിരുത്താൻ തയ്യാറാണല്ലോ. എന്തോ എങ്ങനെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് ജൂലൈ 30-ാം തീയതിയാണ്. ജൂലൈ 30-ാം തീയതി പുലർച്ചെ അനാഥമാക്കപ്പെട്ട ഒരുപാട് കുഞ്ഞുങ്ങളെ നമ്മൾ ആ ദിവസങ്ങൾ കാണുന്ന ദിവസമാണ്. രാഷ്ട്രീയ ഭേദമന്യേ മതഭേദമന്യേ കേരളം എന്ത് ചെയ്യണമെന്ന് അറിയാതെ തരിച്ച് തലകുനിച്ച് കരഞ്ഞു നിൽക്കുന്ന ദിവസമാണ്. ആ ദിവസം ഈ സർക്കാസ് വരണമെങ്കിൽ എത്രമാത്രം ക്രൂരമായ മനസ്സുണ്ടാവണമെങ്കിൽ അതിനകത്ത് ഒരു ക്രൂരതയില്ല. എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കണമെന്ന് സംസ്ഥാന മുഖ്യമന്ത്രി ഈ ദുരന്തം എടുക്കുന്ന സമയത്ത് വന്ന് പറയരുതെങ്കിൽ ഇത് പറയരുത്. ഈ മാന്യത കേരള മുഖ്യമന്ത്രി കാണിക്കണം. ഈ ദുരന്തം ഉണ്ടാകുമ്പോൾ പിരിക്കാനല്ല വരേണ്ടത്, അവിടുത്തെ കാര്യങ്ങൾ ചെയ്യണം. ഖജനാവിൽ എവിടെ പൈസ ഇല്ലാതെ പോയി ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ജനങ്ങളുടെ തെണ്ടേണ്ട കാര്യം എന്താ മുഖ്യമന്ത്രിക്ക്? ചോദിക്കാം. തിരിച്ചു ചോദിക്കാം. അഖിൽമാർ ഇറങ്ങിയ ഒരു ഫേസ്ബുക്ക് ഇടണമെങ്കിൽ ഈ ദുരന്തം മാരാരുടെ തൊലിപ്പുറത്ത് തൊട്ടിട്ടില്ല. അല്ല, മുഖ്യമന്ത്രി ഈ മാതിരി തെമ്മാടിത്തരം കാണിച്ചാൽ ഇനി വീണ്ടും ചോദിക്കും. ഞാൻ അങ്ങനെ തന്നെ ഹാഷ്മി പറഞ്ഞത്. ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനൊരു ദുരന്തം വന്ന സമയത്തേക്ക് ഇന്നലകളിൽ കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ വന്നിരുന്നിട്ട് ജൂലൈ 31-ാം തീയതി വൈകിട്ട് ജനങ്ങളുടെ അടുത്തുനിന്ന് പണം പിരിക്കാൻ ഇറങ്ങിയാൽ ഇന്നലെ വരെ പിരിച്ച പണം എവിടെയെന്ന് ചോദിക്കും. എന്താ നീ വലിയ കുഴപ്പക്കാരനാണെന്ന് കേട്ടു. ഈ ദുരന്ത മുഖത്ത് ഇത്തരത്തിൽ അസ്ഥാനത്തെ ഉപമ കൊണ്ടുവരുന്ന മനോവൈകല്യമല്ലേ അഖിൽമാര? ഒരു മനോവൈകല്യം ഹാഷ്മി. ഇത് കേൾക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കേ ഉള്ളൂ മനോവൈകല്യം. കാര്യം കക്കാനുള്ള സ്പേസ് കിട്ടുന്നില്ല. ഞാൻ പോകുന്നു. ബൈ ബൈ.